Hi students, നമ്മുടെ IIT ഡൽഹിയുടെ അബുദാബി ക്യാമ്പസിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം IIT ഡൽഹി അബുദാബി കോഴ്സുകൾ നോക്കുന്നവരാണെങ്കിൽ അവിടെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, എക്സാം ഡേറ്റ് എന്തൊക്കെയാണ്, അതേപോലെ ഏതൊക്കെ പരീക്ഷകളിലൂടെയാണ് അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ IIT ഡൽഹി അബുദാബിയിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് നമുക്ക് അവിടെ അവർ അഡ്മിഷൻ ചൂസ് ചെയ്യുന്നത് പല ക്രൈറ്റീരിയകളിലായിട്ടാണ്. അതായത് മൊത്തം സീറ്റിൻ്റെ 2/3 സീറ്റ്സ് UAE നാഷണൽസിനും അതേപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും, അല്ലെങ്കിൽ UAEയിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച 5 വർഷം സ്കൂൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത ഇന്ത്യൻ നാഷണൽസിനുമാണ് 2/3 ഓഫ് ദി സീറ്റ്സും റിസർവ് ചെയ്തിട്ടുള്ളത്. ആ 2/3 ഓഫ് ദി സീറ്റ്സും അവർ എഴുതുന്നത് നമ്മുടെ CIET 2025 എന്ന പരീക്ഷ വഴിയാണ്. ഈ CIET 2025 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഔട്ട് ആയിട്ടുള്ളത്. സോ കമ്പൈൻഡ് അഡ്മിഷൻ ഫോർ എൻട്രൻസ് എക്സാം, കമ്പൈൻഡ് അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് CIETയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ബാക്കിയുള്ള 1/3 ഓഫ് ദി സീറ്റ്സ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അതേപോലെ ഇന്ത്യൻ സ്റ്റുഡൻസിനുമാണ് കൊടുത്തിട്ടുള്ളത്. അത് JEE അഡ്വാൻസ് 2025 റിസൾട്ടിൻ്റെ ബേസിലായിരിക്കും. അപ്പം ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് JEE അഡ്വാൻസിൻ്റെ ബേസിലാണ് IIT ഡൽഹി അബുദാബി ക്യാമ്പസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് നമ്മുടെ ജോസ കൗൺസിലിംഗ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് വഴി ഉണ്ടോ, അത് കമ്പൈൻഡ് അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജോസ കൗൺസിലിംഗ് വഴിയാണ്. ഇനി UAE നാഷണൽസിലുള്ള അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ 12 വരെ UAEയിൽ പഠിച്ച ഇന്ത്യൻ സ്റ്റുഡൻസ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവർ എഴുതുന്ന പരീക്ഷയാണ് ഈ CIET എന്ന് പറയുന്നത്. സോ ഈ CIETയിൽ പ്രധാനമായും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, CIET ആക്ച്വലി ഒരു ഓൺലൈൻ എൻട്രൻസ് ടെസ്റ്റ് അല്ല, JEE പോലെ ഒരു ഓഫ്ലൈൻ പെൻ പേപ്പർ മോഡിൽ നടത്തുന്ന പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ abudabi.iitd.ac.in എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, CIET എക്സാംസ് 2 ഫേസസ് ആയിട്ടാണ് നടക്കുന്നത്. സോ അതിലെ ഫസ്റ്റ് ഫേസിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സെഷൻ 1ൻ്റെ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ കഴിഞ്ഞ ജാനുവരി 6 തന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഓൺലൈൻ രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് February 6 2025 5 മണി വരെയാണ്. ഗൾഫ് സ്റ്റാൻഡേർഡ് ടൈമാണ്. പറയുന്ന സമയങ്ങളെല്ലാം ഗൾഫ് സ്റ്റാൻഡേർഡ് ടൈമിലാണ്. അതിന് 1.5 മണിക്കൂർ ഇതാക്കി വേണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കൂടി ഇതാക്കാൻ. സോ ഇവിടെ ഗൾഫിൽ ഇപ്പം UAEയിൽ GCC കൺട്രീസിൽ പഠിക്കുന്ന ഇന്ത്യൻ നാഷണൽസിന് കുറച്ചും കൂടെ ഈ CIET എഴുതാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്ന ഒരു ഓപ്ഷനാണ്. JEE അഡ്വാൻസ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് IIT ഡൽഹി അബുദാബിയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണത്, ശ്രദ്ധിക്കുക. സോ അവിടെ എൻട്രൻസ് പരീക്ഷ ഫസ്റ്റ് സെഷൻ നടത്തുന്നത് February 16 സെക്കൻഡ് സെഷൻ April 13 സോ February 16 നമ്മുടെ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓഫ്ലൈൻ എൻട്രൻസ് പരീക്ഷയാണ്. അതുകൊണ്ട് 6ാം തീയതി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അത് പ്രോപ്പറായിട്ടുള്ളവരുടെ ബ്രോഷർ കൃത്യമായി വായിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ പേപ്പറും മോഡുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ തന്നെയാണ്. അവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതിയാവും. abudabi.iitd.ac.in/undergraduate courses എന്നാണ് ശരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ abudabi.iitd.ac.in വെബ്സൈറ്റിൽ പോയാൽ തന്നെ അവിടുത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം അവർ നൽകിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ JEE അഡ്വാൻസ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. UAEയിൽ 8 മുതൽ 12 വരെ പഠിച്ച സ്റ്റുഡൻസിനാണ് CIET എൻട്രൻസ് എക്സാം ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള എൻട്രൻസ് എക്സാം എഴുതാനുള്ള അവസരമുള്ളത്. സോ അത് ശ്രദ്ധിക്കണം. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയുള്ള എക്സാം നോട്ടിഫിക്കേഷൻസ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാം. ഡു സബ്സ്ക്രൈബ് ടു സൈലന്റ് ജീനിയസ് ചാനൽ. ഓൾ ദ വെരി ബെസ്റ്റ്.